ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. മനോഹരമായ നിമിഷങ്ങളാണ് ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഹോപ്പ് ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്ത വചനമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ആത്മാവിനെ തണുപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പാപമാകുന്ന അന്ധകാരത്തിൽ നിന്നും പരിശുദ്ധമാകുന്ന വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമുക്ക് സന്തോഷം നൽകുന്നു. ദൈവത്തിൻ്റെ വചനം നമുക്ക് നല്ല കുടുംബജീവിതം നൽകുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ കുടുംബജീവിതത്തിൽ സമാധാനവും നമ്മുടെ കുടുംബജീവിതത്തിൽ ഐക്യവും നമ്മുടെ കുടുംബജീവിതത്തിൽ എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹം നൽകുന്നു എന്ന് നാം മനസ്സിലാക്കുകയും അതുപോലെ തന്നെ രുചിച്ചറിയുകയും ചെയ്യുന്ന ഒരു ദിവസങ്ങളിലാണ് നാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, കുടുംബം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്ന ആ ഒരു പദവി, ഭാര്യ എന്ന് പറയുന്ന പദവി ഒരു ചെറുതായ പദവിയല്ല, ദൈവം നൽകുന്ന വലിയ പദവി തന്നെയാണ്. എനിക്ക് ജോലിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആവശ്യമില്ല. തീർച്ചയായിട്ടും ദൈവം നൽകിയ വലിയൊരു പദവിയാണ്. അത് നല്ല രീതിയിൽ നാം എപ്രകാരം കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ 2 പ്രസംഗങ്ങളിലൂടെ ഞാനല്ല, ദൈവത്തിൻ്റെ വചനം എന്നിലൂടെ നിങ്ങളോട് സംസാരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ വ്യക്തമായിട്ടൊരു ഭർത്താവ്, ഭാര്യ, മക്കൾ എങ്ങനെയായിരിക്കണം, മക്കൾ എപ്രകാരം വളർത്തണം, അതുപോലെ തന്നെ എപ്രകാരം ഒരു പങ്കാളിയെ കണ്ടെത്തണം എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ 2 സർമണിലൂടെ അല്ലെങ്കിൽ പ്രസംഗത്തിലൂടെ നാം കണ്ടതായിട്ട് കാണുവാൻ സാധിക്കും. ഇന്ന് നാം നോക്കുമ്പോൾ, നമുക്ക് ചുറ്റും നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിരലിൽ എണ്ണാവുന്ന ചില സന്തോഷമേറിയ കുടുംബം മാത്രമേ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കൂ. ചിലപ്പോൾ ചില വ്യക്തികൾക്ക് അനേക കുടുംബങ്ങളെ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. പ്രശ്നങ്ങളുള്ള കുടുംബമാണോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ പോകുന്ന കുടുംബമാണോ ഈ ചുറ്റുപാടും അധികമായിട്ടുണ്ടെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ പ്രശ്നമുള്ള കുടുംബമാണ് അധികമായിട്ടുള്ളത് എന്ന് നാം കണ്ടെത്തുവാൻ നമുക്ക് കാണുവാൻ സാധിക്കും, അല്ലെങ്കിൽ കണ്ടെത്തലിലേക്ക് എത്തുകയാണ്. കാരണം എന്താണ്? പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ തലയ്ക്ക് കൊണ്ടിടും. ഇപ്പോൾ ഭർത്താവ് ഒരു പ്രശ്നം കുടുംബത്തിൽ വരും, ഭർത്താവ് ഭാര്യയുടെ തലയ്ക്കിടും, ഭാര്യ ഭർത്താവിൻ്റെ തലയ്ക്കിടും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോവുകയും അവർ ഒരുമിച്ചിരുന്ന് ഒരു പ്രാർത്ഥനാ ജീവിതം നയിച്ച് ആ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ അവർ ശ്രമിക്കാതിരിക്കുമ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളെല്ലാം വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇവിടെ നാം തിരുവചനം നോക്കുമ്പോൾ പ്രശ്നങ്ങൾ വന്ന കുടുംബം അവർ ദൈവത്തെ മുറുകെ പിടിച്ച്, അവർ ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ച് ജീവിച്ചപ്പോൾ അവർക്ക് പിന്നെ വന്ന അധികമായിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ദൈവം അവർക്ക് ദാനമായി കൊടുത്ത അവരുടെ കുടുംബത്തിൽ അവരുടെ വീഴ്ച തന്നെയാണ് പ്രശ്നത്തിൻ്റെ ഒരു അന്ത്യത്തിലേക്ക് എത്തിയതായിട്ട് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ വേറെ രീതിയിൽ അവർക്ക് ഇനി അധികമായിട്ടുള്ള അനുഗ്രഹം ലഭിക്കുവാനും ദൈവത്തോട് കൂടുതലായിട്ട് അടുക്കുവാനുമുള്ള അവസരങ്ങളാകുന്ന പ്രശ്നങ്ങൾ വന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, കുടുംബജീവിതത്തിൽ വ്യക്തിപരമായിട്ടുള്ള ഭർത്താവിൻ്റെ വീഴ്ചയോ ഭാര്യയുടെ വീഴ്ചയോ പ്രശ്നത്തിൽ കൊണ്ടെത്തിച്ചു. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, അവർക്ക് ലഭിക്കുവാനുള്ള വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു വലിയ അനുഗ്രഹത്തിലേക്കും അതുപോലെ തന്നെ ദൈവത്തോട് കൂടുതലായിട്ട് അടുക്കുവാനും വേണ്ടി പ്രശ്നങ്ങൾ വന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നാം ഒന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തോ വീഴ്ചയുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ വചനപ്രകാരം അല്ല ജീവിച്ചത് എന്ന ചിന്ത നിങ്ങൾ കൊണ്ടുവരികയും പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് നിൽക്കുമ്പോൾ ആ വീഴ്ച എന്താണെന്ന് ദൈവം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരികയും വീഴ്ചയിൽ നിന്ന് കരയേറി ദൈവത്തിൻ്റെ വചനം മുറുകെ പിടിച്ച് മാനസാന്തരപ്പെട്ട് വീണ്ടും നിങ്ങൾ യഥാസ്ഥാനത്ത് വന്ന് നിങ്ങളുടെ കുടുംബത്തെ മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ, ഭാര്യയായിരുന്നാലും ഭർത്താവായിരുന്നാലും പ്രശ്നങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സമാധാനപരമായിട്ടുള്ളൊരു ജീവിതം, കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ ഈ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് വരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് വലിയ ഒരു അനുഗ്രഹം എൻ്റെ കണ്ണുകൊണ്ട് തന്നെ എൻ്റെ മക്കൾക്ക്, എൻ്റെ തലമുറയ്ക്ക് ഞാൻ കാണും, അല്ലെങ്കിൽ എൻ്റെ ഈ തലമുറയിൽ തന്നെ ഞാൻ കാണും എന്ന ഒരു
വിശ്വാസത്തോടു കൂടെ നിൽക്കുക. ഇവിടെ ബൈബിളിൽ നോക്കുമ്പോൾ അങ്ങനെയുള്ള കുടുംബത്തെ നമുക്ക് നോക്കുവാൻ സാധിക്കും. തൻ്റെ വീഴ്ചയിൽ നിന്നും പ്രശ്നങ്ങൾ വന്ന കുടുംബത്തെ നോക്കുക. നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ആദാമും ഹവ്വയെ കുറിച്ച് നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ വീഴ്ച സംഭവിച്ചത് അവരുടെ പ്രശ്നം തന്നെയാണ്. ആദ്യം ആരാണ് തെറ്റ് ചെയ്തത്? എല്ലാവരും പറയും ഹവ്വയാണ് ആദ്യം തെറ്റ് ചെയ്തതെന്ന്. എന്നാൽ ബൈബിൾ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആദാം തന്നെയാണ് ആദ്യമായിട്ട് തെറ്റ് ചെയ്തത്. ആദാമിനെ ആദ്യം ദൈവം സൃഷ്ടിച്ചു, ഹവ്വയെ കൊടുത്തിട്ട് ആദാമിനോട് ദൈവം പറഞ്ഞു, എപ്പോഴും ഇവിടെ നിൻ്റെ അടുത്ത് ഉണ്ടായിരിക്കണം. എപ്പോഴും ഹവ്വ ആദാമിൻ്റെ അടുത്ത് ഉണ്ടായിരിക്കണം. ആദാമിനോട് പറഞ്ഞു, അവളോടുകൂടെ നടക്കണം, അവളുടെ കാര്യങ്ങൾ, അവൾ ചെയ്യുന്ന കാര്യങ്ങൾ നിനക്കൊരു നോട്ടമുണ്ടായിരിക്കണം. നീയാണ് തല, അതുകൊണ്ട് അവൾ എന്ത് ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, അവൾ ആത്മീയപരമായിട്ട് പോകുന്നുണ്ടോ നീ നോക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ആദാം എന്ത് ചെയ്തു? ആദാമിൻ്റെ ആത്മീയ കാര്യങ്ങൾ നോക്കി പ്രാർത്ഥിക്കുവാൻ പോയി. ഹവ്വ പറഞ്ഞ് ഞാൻ നടന്നിട്ട് വരട്ടെ. സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് നടക്കുവാൻ ശ്രമിച്ചു. പാമ്പുമായിട്ട് അല്ലെങ്കിൽ പിശാചുമായിട്ട് ഒരു സംസാരത്തിൽ ഏർപ്പെടുകയും പാപം ചെയ്യുകയും ചെയ്തു. അത് കൊണ്ടുവന്നപ്പോൾ ആദാമിന് മനസ്സിലായി അവൾ പാപം ചെയ്തു എന്ന്. എന്നാൽ അമിതമായിട്ടുള്ള സ്നേഹം, ദൈവത്തോട് യാചിച്ച്, ദൈവത്തോട് ചോദിച്ച് അതിന് പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് പകരം ആ അമിതമായിട്ടുള്ള സ്നേഹം ആ പാപത്തിലേക്ക് ആദാമിനെ നയിച്ചതായിട്ട് കാണുവാൻ സാധിക്കും. അങ്ങനെ ഇവിടെ നോക്കുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലും അപ്രകാരമുള്ള ഒരു നിമിഷം വന്നു. ഇസ്മായേൽ എന്ന തൻ്റെ പുത്രൻ ജനിച്ചത് അങ്ങനെയുള്ളൊരു നിമിഷത്തിലാണ്. തൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് മക്കളൊന്നും ജനിക്കുന്നില്ല, അതുകൊണ്ട് നീ എന്നെ നോക്കുന്ന ആ സ്ത്രീയുടെ അടുത്തേക്ക് നീ ചെല്ലുക, എനിക്ക് മകനെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം പോകാതെ അബ്രഹാം അപ്രകാരം പോകുമ്പോൾ അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചു. അതുപോലെ യാക്കോബിൻ്റെ ജീവിതത്തിൽ അപ്രകാരം വീഴ്ച സംഭവിച്ചു. എന്നാൽ ഒരു വീഴ്ചയും സംഭവിക്കാതെ നല്ല രീതിയിൽ കുടുംബജീവിതം നടത്തിയ കുടുംബനാഥന്മാരെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് ബൈബിൾ കാണുവാൻ സാധിക്കും. അതിലൊരു വ്യക്തിയാണ് ഇയ്യോബ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നിന്നും ഇയ്യോബ് എപ്രകാരം ആയിരുന്നു എന്നതിനെക്കുറിച്ച് നോക്കുമ്പോൾ ആ ഒരു ജീവിത ചരിത്രം ഇന്ന് ഓരോ ഭർത്താക്കന്മാരും അടിവരയിട്ട് സൂക്ഷിക്കണം. ഓരോ ഭർത്താക്കന്മാരെ അടിവരയിട്ട് സൂക്ഷിച്ച് ഇയ്യോബിന് നടന്ന സംഭവങ്ങളിൽ ഒന്നുപോലും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നടന്നിട്ടില്ലായിരിക്കാം. അത്രയ്ക്കും വലിയ സംഭവങ്ങൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നടന്നു. ഇയ്യോബ് ആദ്യം ദൈവം വളരെയധികം അനുഗ്രഹിച്ചു. ഇയ്യോബിനെ എപ്രകാരം അനുഗ്രഹിച്ചത്? സ്നേഹസമ്പന്നമായ ഭാര്യ, 7 ആൺമക്കൾ, 3 പെൺമക്കൾ, 7000 ആടുകൾ, 3000 ഒട്ടകങ്ങൾ, അതുപോലെ തന്നെ 500 പെൺകഴുതകളും 500 ഏർ കാളകളുമാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ വേദപുസ്തകത്തിൽ ഇയ്യോബിൻ്റെ പുസ്തകം എവിടെ കിടക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ 18ാമത്തെ പുസ്തകമാണ് ഇയ്യോബിൻ്റെ പുസ്തകം. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ 42 അധ്യായങ്ങളുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ 1070 വാക്യങ്ങളുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം എഴുതുന്നതിന് മുൻപേ എഴുതിയിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. മോശയാണ് ഇയ്യോബിൻ്റെ പുസ്തകം എഴുതിയെന്ന് വേദപണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നു. ഇയ്യോബിനെ കുറിച്ച് ദൈവം പറഞ്ഞിട്ടുള്ളത്, ഇയ്യോബിൻ്റെ പുസ്തകം എടുത്ത് നിങ്ങൾ വായിക്കണം. 1-ാമത്തെ അധ്യായത്തിൽ ദൈവം പറഞ്ഞത്, നിഷ്കളങ്കനും നീതിമാനും ദൈവഭക്തനും ദോഷം വിട്ട് അകന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് ദൈവം അങ്ങ് സ്വർഗത്തിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ നിഷ്കളങ്കൻ ആരുണ്ട്? നീതിമാൻ ആരുണ്ട്? ദോഷം വിട്ട് അകന്ന വ്യക്തി ആരുണ്ട്? യഹോഭക്തൻ ആരുണ്ട്? അവർക്ക് നല്ല കുടുംബം കൊടുക്കും. അവർക്ക് സ്നേഹസമ്പന്നമായ ഭാര്യയെയും മക്കളെയും അധികമായിട്ടുള്ള ധനം കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കൂ. തെറ്റായ രീതിയിൽ ധനം സമ്പാദിച്ചിട്ട് ആ ധനം കൊണ്ട് സന്തോഷം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ കുടുംബത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നു. ഒരു സന്തോഷവും ലഭിക്കുന്നു. എത്ര പൈസ കൊണ്ട് ചെലവാക്കിയിട്ടും മനസ്സമാധാനം, സംതൃപ്തി ലഭിക്കുന്നില്ല. എന്നാൽ അവിടെ ഇയ്യോബിന് വളരെയധികം സംതൃപ്തനായിരുന്നു. കാരണം എന്താണ്? ദൈവത്തിൻ്റെ വചനപ്രകാരം അനുസരിച്ച് ജീവിച്ചു, കുടുംബം നൽകി, മക്കളെ നൽകി, ദൈവം സമ്പത്ത് നൽകി. അത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ഓരോ ജീവിതത്തിലും ദൈവം നോക്കുമ്പോൾ, ഓരോ കുടുംബസ്ഥന്മാരും ദൈവം നോക്കുമ്പോൾ ദൈവം പറയണം, ഇന്ന കുടുംബസ്ഥൻ നീതിമാനാണ്, നിഷ്കളങ്കനാണ്, ദോഷം വിട്ടകന്നവനാണ്,
ദൈവഭക്തനുമാണെന്ന് പറയണം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്ത് ചെയ്തു? അവിടെ ദൈവത്തിൻ്റെ പുത്രന്മാർ, അവിടെ 1-ാം അധ്യായത്തിൽ പറയും, ദൈവത്തിൻ്റെ പുത്രന്മാർ സ്വർഗത്തിലെത്തിയ കൂടെ സാത്താനും എത്തി. എന്താണ്? ആദ്യം ഈ ഭൂമി ആർക്കാണ് അവകാശമായി കൊടുത്തത്? ആദാമിന് അവകാശമായി കൊടുത്തു. ആദാമിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ സൃഷ്ടിക്കുന്നതെല്ലാത്തിൻ്റെ അധിപൻ നീയായിരിക്കും, നീ തന്നെ നോക്കണമെന്ന് പറഞ്ഞു. പാപം ചെയ്ത ആദാം ആരുടെ കാൽക്കൽ കൊണ്ടുവച്ചു? അവിടെ സാത്താൻ്റെ കാൽക്കൽ കൊണ്ടുവച്ചു. അവിടെ നിന്നും മോറിയ മലയിൽ അവിടെ കർത്താവായ യേശുക്രിസ്തു ക്രൂശിതനായ ആ ഒരു സമയത്ത് ആ സ്വന്തം രക്തം ചിന്തി ആ സാത്താന്റെ കാൽക്കൽ അടിയറ വെച്ച ആ ഒരു സ്ഥാനം കർത്താവായ യേശുക്രിസ്തു തിരിച്ചു പിടിച്ചു. കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടിയല്ല, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി. എന്നിട്ട് ആ കർത്താവായ യേശുക്രിസ്തു നമുക്ക് ദാനമായി നൽകിയ കുടുംബം അവിടെ വെച്ച് നിനക്ക് ഇനി ഈ ദാനം നൽകുന്നില്ല എന്ന് പറയുന്നില്ല. കുടുംബമാകുന്ന ദാനം കർത്താവായ യേശുക്രിസ്തു വീണ്ടും നൽകുകയും ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിഷ്കളങ്കൻ ആരുണ്ട്, നേരുള്ളവൻ ആരുണ്ട്, യഹോഭക്തൻ ആരുണ്ട്, ദോഷം വിട്ടകുന്നവർ ആരുണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മീയമായിട്ടുള്ള അപ്രകാരമുള്ള ജീവിതം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടോ? അപ്രകാരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇയ്യോബിനെ അനുഗ്രഹിച്ചതുപോലെ ദൈവം നമ്മളെ അധികമായിട്ടുള്ള സമ്പത്തിലും സമാധാനത്തിലും സംതൃപ്തിയിലും അനുഗ്രഹിക്കും. ആമേൻ. ഇവിടെ അപ്രകാരം പിശാച് എന്ന് നിൽക്കുകയാണ്. നമ്മൾ പറഞ്ഞു, യഹോഭക്തനായ എൻ്റെ ദാസന്റെ മേൽ നീ കണ്ണു വെച്ചോ എന്ന് യഹോവ ചോദിക്കുമ്പോൾ പറഞ്ഞ, എനിക്കങ്ങനെ വെക്കാൻ പറ്റില്ല, നീ വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുകയല്ലേ, നിന്റെ വേലി ഒന്ന് അഴിച്ചു നോക്ക്, അപ്പോൾ കാണാം എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന്. വേലി അഴിച്ചു മാറ്റി കൊടുത്തു. തൻ്റെ പുത്രന്മാർ നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ പുത്രിമാർ നഷ്ടപ്പെട്ടു, സമ്പാദ്യം നഷ്ടപ്പെട്ടു, ഭാര്യ മാത്രം നഷ്ടപ്പെട്ടില്ല. അവിടെ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും, നമുക്ക് നൽകുന്നത് ദൈവം ഇഷ്ടപ്പെടുന്നത് ഒരു ഭാര്യയെയാണ്, ഒരു കുടുംബമാണ്, ഒരുപോലെ ചേർന്നതാണ്. ഭാര്യ മാത്രം നഷ്ടപ്പെടുത്തുവാൻ സാധിച്ചില്ല. പിന്നെ 2-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ വീണ്ടും പറയുകയാണ്, അവൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തള്ളിക്കളയുമെന്ന് സാത്താൻ പറഞ്ഞപ്പോൾ വ്രണം കൊണ്ട് ശരീരത്തെ മൂടിയപ്പോൾ എന്ത് ചെയ്തു? ഭാര്യ വന്ന് പറയുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ ഭാര്യ എന്ന് പറയാം, നീ ഇപ്പോഴും യഹോഭക്തനായി ജീവിക്കുന്നുണ്ടോ? നീ ഇപ്പോഴും യഹോഭക്തനായിട്ട് നീ പ്രാർത്ഥിക്കുന്നു? നീ ഇപ്പോഴും യഹോഭക്തനായിട്ട് യഹോവയോട് നിലവിളിക്കുന്നു? നീ ഇപ്പോഴും യഹോഭക്തനായിട്ട് യാഗം അർപ്പിക്കുവാൻ തയ്യാറായി നിൽക്കുന്നു? ഒരു നിമിഷം യഹോവയെ തള്ളിക്കളഞ്ഞ് നിന്റെ ജീവൻ എടുത്തൂടെ? ഈ വ്രണം കാരണം നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഈ സ്നേഹമുള്ള എനിക്ക് കാണുവാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് സ്വന്തം ഭാര്യ പറഞ്ഞപ്പോൾ ഇവിടെ ഇയ്യോബ് പറയാണ്, നീ എന്തിനാണ് പൊട്ടിയെ പോലെ സംസാരിക്കുന്നത്? ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ഇപ്രകാരമുള്ള ഒരു മനോഭാവം ഓരോ കുടുംബനാഥന്മാർക്കുണ്ടോ? പ്രശ്നങ്ങളും പ്രയാസങ്ങളും നഷ്ടം വരുമ്പോൾ, സാമ്പത്തിക നഷ്ടം വരുമ്പോൾ, മക്കളെ തന്നെ നഷ്ടം വരുന്ന അവസ്ഥയുണ്ട്, മക്കളുടെ ജീവൻ പോകുന്ന അവസ്ഥ വരെയുണ്ട്. സാമ്പത്തിക നഷ്ടം, കുടുംബ നഷ്ടമെല്ലാം വരുമ്പോൾ ദൈവം തന്നു, ദൈവം എടുത്തു, എനിക്ക് ദൈവം അനുഗ്രഹം നൽകും എന്ന പൂർണ്ണ നിശ്ചയത്തോടുകൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹത്തെ നൽകാം. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രകാരമുള്ളൊരു അനുഭവങ്ങൾ വരുമ്പോൾ ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. ദൈവത്തെ മുറുകെ പിടിച്ച് നടക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഇയ്യോബിന് ആ വ്രണവും പ്രയാസവും പ്രതികൂലങ്ങളും വന്ന് ഭാര്യയെ തള്ളിക്കളയുവാൻ, യഹോവയെ തള്ളിക്കളയുവാൻ പറഞ്ഞപ്പോൾ ഇയ്യോബ് യഹോവയെ മുറുകെ പിടിക്കുകയാണ്. തനിക്ക് അനുഗ്രഹം തന്നത് യഹോവയാണ്, തനിക്ക് ഭാര്യയെ നൽകിയത് യഹോവയാണ്, തനിക്ക് മക്കളെ നൽകിയത് യഹോവയാണ്. തീർച്ചയായിട്ടും എൻ്റെ ഭാര്യയെ എനിക്ക് ദാനമായി നൽകിയ എൻ്റെ ഭാര്യയെ യഹോവ എടുക്കില്ല, എനിക്ക് അവസാനമായിട്ട് നൽകിയാണ്. മക്കളെ യഹോവ എടുത്തുവെങ്കിൽ വീണ്ടും ആ ഭാര്യയിലൂടെ എനിക്ക് മക്കളെ നൽകും. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ സമ്പാദ്യം നഷ്ടപ്പെട്ടുവെങ്കിൽ യഹോവ എനിക്ക് വീണ്ടും സമ്പാദ്യം തരും എന്ന പ്രത്യാശ ഇയ്യോബിനുണ്ടായിരുന്നു. എൻ്റെ ശരീരം വ്രണം പിടിച്ചുവെങ്കിൽ വീണ്ടും അതിനേക്കാളും പുതിയതായിട്ട് യൗവനത്തോടുകൂടെ എൻ്റെ ശരീരത്തെ ദൈവം നൽകും എന്ന ഒരു ചിന്ത ഇയ്യോബിനുണ്ടായിരുന്നു. ആ ചിന്തയാണ് ഇയ്യോബിനെ അവസാനം വലിയ അനുഗ്രഹത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. ആമേൻ.
ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആ ചിന്ത ഉണ്ടായിരിക്കണം. പ്രയാസങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരും. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് മുറുകെ പിടിച്ചുകൊണ്ട് അവിടെ ഭാര്യയെ ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അവിടെ ഇയ്യോബിന്റെ ഭാര്യയെ പോലെ പൊട്ടിയാകാതിരിക്കാൻ ഇന്ന് വിദ്യാഭ്യാസമുള്ള ഭാര്യമാർ ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ അവിടെ ഭർത്താവിനെ തള്ളിപ്പറയാതെ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ചിന്തകളെ തള്ളിപ്പറയാതിരിക്കുവാൻ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് പ്രശ്നത്തിനും പ്രയാസത്തിനും പരിഹാരം നേടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇയ്യോബിനെ അനുഗ്രഹിച്ച ദൈവം ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുകയാണ്. ദൈവം ഉയരത്തുനിന്ന് നോക്കുന്നു. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ കുടുംബനാഥൻ നിഷ്കളങ്ക നീതിമാനും ദോഷമിട്ട് അകന്നവന് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന വ്യക്തിയാണോ നോക്കുകയും അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തരികയും ചെയ്യും. ആമേൻ. അപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങൾ തുടങ്ങുക. ഇവിടെ ഇയ്യോബിന് അങ്ങനെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വന്നു. തൻ്റെ ഭാര്യയെ തള്ളിപ്പറഞ്ഞു. ഭാര്യയെ അവിടെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നില്ല, ഭാര്യയെ പറഞ്ഞു മനസ്സിലാക്കി. ഭാര്യയടുത്തുള്ള സ്നേഹം അവിടെ നഷ്ടപ്പെട്ടില്ല. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ വന്ന് നിങ്ങൾ എപ്പോഴും എന്തിനാ പ്രാർത്ഥിക്കുന്നത്, നിങ്ങളെ ജോലി ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയോട് ദൈവത്തിൽ നിന്നും അകലുവാൻ ഭാര്യയിലൂടെ പിശാച് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് പിന്നെ ഭാര്യയെ സ്നേഹിക്കാത്ത ഭർത്താക്കന്മാരുള്ളത്. ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവസാനം വരെ നിങ്ങളത് ചെയ്യണമെന്നാണ് തിരുവചനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്. ഇവിടെ കൂട്ടുകാർ തള്ളിപ്പറഞ്ഞു. അവസാനത്തിലേക്ക് അടുത്തപ്പോൾ ദൈവം ഇയ്യോബിന് അനുഗ്രഹം നൽകി. ആമേൻ. അവസാനത്ത് നൽകിയപ്പോൾ അധികമായിട്ടുള്ള അനുഗ്രഹം നൽകി. 7000 ആടുകൾ നഷ്ടപ്പെട്ടപ്പോൾ 14,000 ആടുകളെ നൽകി. ആമേൻ. 3000 കുതിരകൾ നഷ്ടപ്പെട്ടപ്പോൾ 6000 കുതിരകൾ നൽകി. അതുപോലെ തന്നെ 500 പെൺകഴുതയും 500 ഏർകാളകൾ നഷ്ടപ്പെട്ടപ്പോൾ അതിലധികമായിട്ട് 1000 പെൺകഴുതയും 1000 ഏർകാളകൾ ലഭിച്ചു. എന്നാൽ അധികമായിട്ട് മക്കളെ ലഭിച്ചില്ല. മക്കളെ 10 മക്കളെ തന്നെയാണ് ലഭിച്ചത്. നഷ്ടപ്പെട്ടത് 7 ആൺമക്കളും 3 പെൺമക്കളും, ലഭിച്ചത് 7 ആൺമക്കളും 3 പെൺമക്കളും. അപ്പൊ അധികമായിട്ടുള്ള ഇതാവുന്നില്ലല്ലോ. എങ്ങനെയാണ്? ദൈവത്തിന് അറിയാമായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിന് അറിയാമെന്നുള്ളൊരു കാര്യമാണ്. ഇയ്യോബ് തൻ്റെ മക്കളെ ഒരു ദൈവദാസന്മാരും ദാസിമാരുമായിട്ടാണ് വളർത്തിയത്. അവർ മരിച്ചെങ്കിലും അവർ സ്വർഗത്തിലുണ്ടായിരിക്കും. ഇനി എത്ര മക്കളെ കൊടുത്തിരുന്നാലും ദൈവത്തിൻ്റെ വചനപ്രകാരം ഇയ്യോബ് ദൈവത്തിൻ്റെ വചനപ്രകാരം ആ മക്കളെ വളർത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ മരിച്ചുപോയ മക്കൾ സ്വർഗത്തിൽ കാണും, ഇനിയുള്ള 10 മക്കളും സ്വർഗത്തിൽ കാണും. 20 പേർ അധികമായിട്ടുള്ള അനുഗ്രഹം അവിടെ ലഭിച്ചു. ആമേൻ. അതാണ് ഇയ്യോബിന് ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹം. പിന്നെ വേറൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നോക്കുകയാണെങ്കിൽ 1-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ അവരേതായിട്ടുള്ള സമയങ്ങളിൽ അതാത് ഭവനങ്ങളിൽ അവർ കൂടി വരികയും, അവർ എന്ന് പറയുമ്പോൾ ഇയ്യോബിൻ്റെ മക്കൾ കൂടി വരികയും അവർ തിന്നുകയും കുടിക്കുകയും അവർ ഐക്യത കൂട്ടായ്മ പങ്കിടുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ആ സമയത്ത് അവരുടെ വാക്കിലോ അവരുടെ പ്രവൃത്തിയിലോ അവരുടെ ചിന്തയിലോ ദൈവത്തിന് അനിഷ്ടമായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും അവർ എത്ര പേരുണ്ടോ അത്രയും പേരുടെ എണ്ണത്തിന് അനുസരിച്ച് ഇയ്യോബ് അവിടെ യാഗം കഴിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. മക്കളെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിൻ്റെ വചനപ്രകാരം, ദൈവത്തിൻ്റെ ആത്മീയ അന്തരീക്ഷത്തിൽ, ദൈവത്തിൻ്റെ ശിക്ഷണത്തിൽ വളർത്തുന്ന ഒരു പിതാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ആമേൻ. ഇന്ന് എത്ര പിതാക്കന്മാരുണ്ട്, ഇന്ന് എത്ര പിതാക്കന്മാർ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മക്കളെ വളർത്തുന്നുണ്ട്. ഇയ്യോബിൻ്റെ കുടുംബത്തിൽ നിന്നും, അല്ലെങ്കിൽ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നിന്നും, ഇയ്യോബിൻ്റെ കുടുംബ ജീവിതത്തിൽ നിന്നും അടിവരയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. ഓരോ പിതാക്കന്മാരും പഠിക്കേണ്ട ഒരു പാഠമാണ്. അവരെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മക്കളെ വളർത്തുക. ആമേൻ. എന്ത് പഠിക്കാൻ പോയിരുന്നാലും, മക്കൾ എന്ത് കുടിക്കുന്നു, മക്കൾ ഏത് വസ്ത്രങ്ങൾ അണിയുന്നു, മക്കൾ ടി വിയിലൂടെയും ഇന്റർനെറ്റിലൂടെയും മൊബൈലിലൂടെയും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലൂടെയും എന്തൊക്കെ ചിത്രങ്ങളാണ് കാണുന്നത്,
മക്കൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് എല്ലാം ദൈവഹിതപ്രകാരം നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇയ്യോബിൻ്റെ നഷ്ടപ്പെട്ടു പോയ മക്കളും ഇയ്യോബിന് പിന്നെ അനുഗ്രഹമായിട്ട് ലഭിച്ച മക്കളും ആ 20 പേരും സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന വാഗ്ദാനം പോലെ നിങ്ങളുടെ മക്കളും സ്വർഗത്തിൽ ഉണ്ടാകും, നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന വാഗ്ദാനം ഉണ്ടായിരിക്കും. ആമേൻ. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ഇയ്യോബിൻ്റെ കുടുംബം നമുക്കൊരു മാതൃകയാകാം. അവിടെ ഭാര്യ അവിടെ പറയുകയാണ്, യഹോവയെ തള്ളി പറയുകയാണ്. അങ്ങനെ ഒരു ഭാര്യ ഒരിക്കലും ഉണ്ടാകും. ഒരു ഭർത്താവ് യഹോവ ഭക്തിയോടെ നിൽക്കുമ്പോൾ, യഹോവ ഭക്തിയിലും അതുപോലെ തന്നെ അധ്വാനിച്ചും നിൽക്കുന്ന ഒരു ഭർത്താവിനെ നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങളെന്ന് പറയുമ്പോൾ ഭാര്യമാർ ചിന്തിക്കേണ്ട ആവശ്യം തീർച്ചയായിട്ടും ഭർത്താവിനെ ഒരിക്കലും ഭർത്താവിൻ്റെ വിശ്വാസത്തെ ത്യജിക്കത്തുള്ള രീതിയിലുള്ള ജീവിതം ഭാര്യമാർ നയിക്കാതിരിക്കാൻ ശ്രമിക്കുക. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തിരുവചനത്തിൽ നോക്കുകയാണെങ്കിൽ ദൈവം കുടുംബത്തെ നൽകി. അപ്രകാരം ദൈവം കുടുംബത്തെ നൽകുകയും ദൈവത്തിൻ്റെ അനുയോജ്യമായിട്ട് ജീവിച്ചപ്പോൾ അവർക്ക് അധികമായിട്ടുള്ള അനുഗ്രഹം നൽകുകയും ചെയ്തു. പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നപ്പോൾ ദൈവത്തെ മുറുകെ പിടിക്കാണ്ട് ഒരു വഴി തുറന്നിട്ട് കൊടുത്തു. ആ വഴിയിലൂടെ സഞ്ചരിച്ച് ദൈവത്തെ മുറുകെ പിടിക്കുകയും അപ്രകാരം ജീവിക്കുകയും ചെയ്തപ്പോൾ ഇയ്യോബിന് അനുഗ്രഹം നൽകിയെങ്കിൽ ഇന്നും അതേ ദൈവമാണുള്ളത്. നമ്മൾ നിഷ്കളങ്കനും നീതിമാനും ദോഷം വിട്ടകന്ന് ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ച് പ്രാർത്ഥനയോടുകൂടി ജീവിതം നയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇയ്യോബിന് കൊടുത്ത അനുഗ്രഹം പോലെ നമുക്ക് നൽകും, എന്ത് നഷ്ടപ്പെട്ടിരുന്നാലും. ആമേൻ. അപ്രകാരമുള്ളൊരു ജീവിതം നാം നയിക്കുവാൻ ശ്രമിക്കുക. അപ്രകാരമുള്ളൊരു വ്യക്തികളാകുവാൻ ശ്രമിക്കുക. എന്ത് അനുഗ്രഹമേറിയ കുടുംബമാണ് ഇയ്യോബിന് ദൈവം നൽകിയത്. ആ അനുഗ്രഹമേറിയ കുടുംബം നമുക്കും ദൈവം നൽകണ്ടേ? അപ്രകാരം അനുഗ്രഹമേറിയ കുടുംബം നമുക്ക് നൽകണ്ടേ? ഇവിടെ ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ദൈവത്തെ മുറുകെ പിടിക്കുന്ന ഇയ്യോബിനെ കാണുവാൻ സാധിക്കും. ബുദ്ധിമുട്ടുകൾ വരും, പ്രയാസങ്ങൾ വരും. ഇന്ന് ചിലപ്പോൾ നമ്മുടെ മക്കൾ ജീവനോടെ ഇരിക്കുന്നതായിരിക്കാം, ആത്മീയമായിട്ട് മരിച്ച മക്കളായിരിക്കും നമ്മുടെ കൂടെ ഉള്ളത്. ആത്മീയമായിട്ട് മരിച്ച മക്കളായിരിക്കും നമ്മുടെ കൂടെ ഉള്ളത്. ആത്മീയമായിട്ട് മരിച്ച മക്കൾ അവൻ അങ്ങനെ ആയിപ്പോയി, ഇനി നന്നാവില്ല എന്നൊരിക്കലും ഒരു മാതാപിതാക്കൾ പറയരുത്. അവർക്ക് വേണ്ടി നിങ്ങളുടെ മരണം വരെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ നല്ല രീതിയിൽ വഴി നടത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ മക്കളുടെ മക്കൾക്കും ആ അനുഗ്രഹം, നിങ്ങളുടെ പ്രാർത്ഥനയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും. ഇയ്യോബിൻ്റെ ജീവിതം നമ്മളെടുത്ത് അടിവരയിട്ട് പറയുന്നത്, നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കുക. ഒരു കുടുംബനാഥൻ എപ്രകാരമായിരിക്കണമെന്നും ഒരു കുടുംബത്തിലെ ആ കുടുംബത്തിലുള്ള ആ വ്യക്തി അല്ലെങ്കിൽ ആ കുടുംബനാഥൻ്റെ ഭാര്യ എപ്രകാരം ആയിരിക്കണമെന്നും അത് കുടുംബനാഥന് ഒരു സപ്പോർട്ടായിരിക്കണമെന്നും വളരെ ഒരു അനുഗ്രഹമേറിയ വചനമാണ് ദൈവം ഇയ്യോബിൻ്റെ പ്രസ്തുതത്തിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത്. അങ്ങനെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് വേദനകൾ വരുമ്പോൾ ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇയ്യോബിൻ്റെ കുടുംബത്തിൽ അനുഗ്രഹം നൽകിയതുപോലെ ദൈവം നമ്മുടെ കുടുംബത്തിലും അനുഗ്രഹം നൽകും. ആമേൻ. അപ്രകാരമുള്ളൊരു കുടുംബം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. സ്വർഗീയ നല്ല പിതാവേ ദൈവമേ, ഇയ്യോബിൻ്റെ ഭവനത്തിൽ, ഇയ്യോബിൻ്റെ കുടുംബത്തിൽ അങ്ങ് അനുഗ്രഹം നൽകി. ഇയ്യോബ് നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകന്നവനും ആണെന്ന് കണ്ടു. അതുപോലെ അടിയങ്ങളെ, ഓരോ കുടുംബനാഥന്മാരായ അടിയങ്ങളെയും കാണുവാനും ദൈവമേ പിതാവെ അടിയങ്ങൾക്ക് നൽകുവാനിരിക്കുന്ന ഭാര്യമാർ ദൈവമേ നല്ല ആത്മീയമായിട്ട് അടിയങ്ങളോട് സപ്പോർട്ട് ചെയ്യുവാനുള്ള അവസരം അങ്ങ് തന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ അങ്ങയുടെ ഇഷ്ടപ്രകാരം വളർത്തുവാനുള്ള അവസരം എടുക്കണം. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.